അച്ഛന്റെയും അമ്മയുടെയും DNA മാത്രമേ നമ്മളിൽ ഉള്ളൂ എന്നാണോ നിങ്ങൾ കരുതുന്നത്? എങ്കിൽ ഈ സയൻസ് സത്യം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നമ്മൾ കുരങ്ങന്മാരിൽ നിന്ന് നേരിട്ടുണ്ടായതല്ല. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ആദിമ പൂർവികരിൽ നിന്നാണ് മനുഷ്യരും കുരങ്ങന്മാരും വെവ്വേറെ വഴിക്ക് പിരിഞ്ഞത്. അതിനുശേഷം ആഫ്രിക്കയിൽ നിന്ന് പല ഘട്ടങ്ങളിലായി മനുഷ്യരുടെ പൂർവികർ പുറത്തിറങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറി. അങ്ങനെ വളരെ മുമ്പ് കുടിയേറി ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ജീവിച്ചവർ അവിടുത്തെ കാലാവസ്ഥയുമായി പൊരുത്തപ്പെട്ട് നിയാണ്ടർതാലുകൾ, ഡെനിസോവനുകൾ തുടങ്ങിയ പലതരം ആദിമ മനുഷ്യവർഗങ്ങളായി മാറി. എന്നാൽ ആഫ്രിക്കയിൽ തന്നെ തുടർന്നാണ് നമ്മുടെ ആധുനിക പൂർവികരായ ഹോമോസാപ്പിയൻസ് ഉണ്ടായത്. പിൽക്കാലത്ത് ലോകം മുഴുവൻ സഞ്ചരിച്ച ഇവർ അന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ആദിമ മനുഷ്യരെ കണ്ടുമുട്ടുകയും അവരുമായി ഇടകലരുകയും ചെയ്തു. അന്ന് നടന്ന ആ ജനിതക കൈമാറ്റത്തിലൂടെ അവരുടെ ജീനുകൾ നമ്മുടെ DNA കലർന്നു. മികച്ച ബുദ്ധിയും ആശയവിനിമയ ശേഷിയും കൊണ്ട് അവർ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചു. ഒടുവിൽ ഹോമോസാപ്പിയൻസ് മാത്രം ഭൂമിയിൽ ബാക്കിയാവുകയും ചെയ്തു. യൂറോപ്പിലെ തണുപ്പിൽ ജീവിച്ച നിയാണ്ടർതാലുകളുടെ ഫോസിലുകളെ 1856 സൈബീരിയയിലെ ഡെനിസോവ ഗുഹയിൽ നിന്നുള്ള ഡെനിസോവൻ മനുഷ്യരുടെ ഫോസിലുകളെ 2008 ശാസ്ത്രജ്ഞർ കണ്ടെത്തി. ഇവരെ കൂടാതെ ഹോമോ എറക്ടസ്, ടോറൻസിസ് തുടങ്ങിയ മറ്റ് മനുഷ്യവർഗങ്ങളുടെ ഫോസിലുകളും അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നുവെന്ന് തെളിഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിലും വലിയൊരു രഹസ്യമുണ്ട്. അസ്ഥികളോ ഫോസിലുകളോ യാതൊന്നും ബാക്കി വെക്കാതെ ജീവനുള്ള മനുഷ്യരുടെ DNA മാത്രം ഒരു പ്രേതം പോലെ ഒളിഞ്ഞിരിക്കുന്ന ചില അജ്ഞാത വംശങ്ങളുണ്ട്. ഇവരെയാണ് സയന്റിസ്റ്റുകൾ ഗോസ്റ്റ് പോപ്പുലേഷൻ എന്ന് വിളിക്കുന്നത്. DNA മാത്രം വെച്ച് ആദ്യം പ്രവചിക്കപ്പെട്ട ഇവരുടെ യഥാർത്ഥ അവശിഷ്ടങ്ങൾ പിന്നീട് 2013 ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയും ചെയ്തു. ഇതിന്റെ തുടർച്ചയെന്നോണം യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കലിയിലെ ഗവേഷകർ ട്രേസ് എന്ന പേരിൽ പുതിയൊരു ഗണിതശാസ്ത്ര മാതൃക വികസിപ്പിച്ചു. നിയാണ്ടർതാലുകളും ഡെനിസോവനുകളും ആധുനിക മനുഷ്യരിൽ നിന്ന് വേർപിരിഞ്ഞു പോയ അതേ കാലഘട്ടത്തിന് സമാനമായ, അതായത് ഏകദേശം 5 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക മനുഷ്യരിൽ നിന്ന് വഴിപിരിഞ്ഞു പോയ അജ്ഞാത പ്രേതവംശങ്ങളുടെ പരമ്പര നമ്മളിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്നാണ് ഈ പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും വലിയ കൗതുകം അതല്ല. പ്രശസ്ത സയൻസ് ജേണലായ സെല്ലിൽ പ്രസിദ്ധീകരിച്ച ബെർക്കലി പഠനം പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരിലും ഏകദേശം 1 മുതൽ 2% വരെ നിയാണ്ടർ മനുഷ്യരുടെ പൂർവിക ജീനുകളുടെ അടയാളം കണ്ടെത്തിയിട്ടുണ്ട്. ജനിതക ശാസ്ത്രജ്ഞയായ പ്രിയ മോർജാനിയും സംഘവുമാണ് ഇത് കണ്ടെത്തിയത്. പുറമേ നമ്മൾ എത്ര വ്യത്യസ്തരാണെന്ന് പറഞ്ഞാലും നമ്മുടെയൊക്കെ ഉള്ളിൽ ഇന്നും ജീവിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ആദിമ ചരിത്രമാണ്.